ഉപ്പുങ്ങളം പാടും ഒറ്റയ്ക്ക് ചുട്ടം. ഈ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കണേ വേറെ ആൾ വിളിക്കണോ? ഇല്ല, എന്നാ പിന്നെ ഇങ്ങ് എടുത്ത് വെക്കേ. സോഫന കൊണ്ട് മാറിക്കോ. ആ ഞാൻ മാറാ. ആ മാമ അവിടെ കൊണ്ട് വെക്ക. ഒന്ന് മോക്കൊരു കാര്യം അറിയോ? ഇപ്പൊ നളിനാശിനെ കണ്ട മോള് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വരുന്നുണ്ട്. അല്ലേ, എനിക്കും തോന്നി ഭയങ്കര വ്യത്യാസം. പൈസയൊക്കെ എനിക്ക് കുറച്ച് പൈസ തന്നു, സുബുവിന് കുറച്ച് പൈസ കൊടുത്തു, കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി തരണ്ട് വീട്ടിലേക്ക്. ആണോ? അവൻ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറി, ഒരുപാട് പച്ചക്കറി ഞാൻ എന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റിയത്. ആ സമയത്ത് എനിക്കായത് രണ്ട് അടവലങ്ങ ഈ ഫ്രിഡ്ജിൽ ഞാനായത് ഒപ്പിച്ച് കയറ്റിയത്. എന്നാൽ ഈ പൈസയൊക്കെ ഇവിടെ നിന്ന് കിട്ടണ്ടേ? അവര് കിഡ്നാപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തത്? നാളെ പിടിച്ചു കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. കിഡ്നാപ്പ് ആണോ ഉദ്ദേശിച്ചത്? ആ അതന്നെ. അതിന് ഡാൻസ് മണിയാണോ? എന്ത് മണി? മറ്റേ പൈസ അല്ലേ ഇങ്ങനെ വിടുന്നേ, ഈ മണി. മണി ട്രാൻസ്ഫർ. ആ അതന്നെ. അവനതായിരിക്കും. കിഡ്നാപ്പോ? എന്നിട്ട് ചോദിച്ചു പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നോടും ചോദിച്ചു. എന്റെ കയ്യിൽ നിന്നിട്ട് പച്ചോന്നും പറഞ്ഞ കുറച്ച് പൈസ തന്നു. ആണോ? ഇനി എവിടെയെങ്കിലും കട്ടതാണല്ല, അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ല. അതില്ല, അത് ഞാൻ സമ്മതിക്കണു. ബുദ്ധിയില്ല, ബോധമില്ല, വെളിവില്ല. അതെങ്ങനെ ഈ വീട്ടിലത് ആകെ എനിക്കും പിന്നെ എന്റെ സുബുവിനും. എന്തൊരു ചിരി. എന്തോന്നും മണക്കുന്നുണ്ട്. ശരിയാണല്ലോ. എന്തേലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടാ? പന്നിക്കറി. പന്നിയാ? അല്ല, ആ വെള്ള സാധനല്ലേ മോള് കറി ഉണ്ടാക്കുന്ന രാവിലത്തേക്ക്. പനീർ? ആ, അത് വെന്ത മണം. വെന്തതല്ല, കരിഞ്ഞ മണം പോലെ. കരിയാ മതി. ഞാൻ എന്നാലും ഒന്ന് പോയി നോക്കട്ടെ. പോയി നോക്ക്. പ്ലേറ്റ് ബാക്കി ഞാൻ എടുത്ത് വെക്കണായിരിക്കും. ഒന്ന് എടുത്ത് വെച്ചേക്ക്, ഞാൻ വന്നിട്ട് ബാക്കിയൊക്കെ റെഡി. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണല്ലോ, ഈ വീട്ടിൽ പണിയെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും കിഡ്നാപ്പിംഗ് ആയിരിക്കൂ. ஃபுட்டு അവിടെ വെച്ചേക്കോ. ചന്ദനയാണല്ലോ. ശോഭനെ, നീ എന്തെടുക്ക? ഞാനോ ടി വി കണ്ടോണ്ടിരിക്കണു. വേറെ എന്തെടുക്കാൻ? തിരക്കൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് തിരക്ക്? പറഞ്ഞോ. അല്ല, ഞാനൊരു ചെറിയൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ എന്താ പറഞ്ഞോ? എന്ത് ഹെൽപ്പ് വേണ്ടേ? നിന്റെ കയ്യിലേ നളിനാക്ഷന്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചുതരോ? ആ നമ്പറൊക്കെ ഉണ്ട്. എന്തിനാ? അല്ല, എനിക്കൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. നളിനാക്ഷനെ കൊണ്ടാ? അല്ല, നീ ഇതിപ്പോ സുബുവിനോടൊന്നും പറയണ്ട കേട്ടോ. ഞാന് നളിനാക്ഷനോട് നീ നിനക്ക് കുറച്ച് അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് നീ ഒന്ന് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്താ കാര്യം എന്ന് പറ. അതായതേ, എന്റെ കയ്യില് കുറച്ച് സിനിമ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിന്റ് ഒന്ന് എടുത്തു തരാനായിരുന്നു. നളിനാക്ഷനോട് ഒന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. പ്രിന്റ് എടുക്കാൻ നളിനാക്ഷനെ കൊണ്ട്? വട്ടുണ്ടോ? അവനാ വെറുതെ ആവശ്യമുള്ള നടപ്പ് മാത്രമേ ഉള്ളൂ. അവനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എനിക്ക് തോന്നില്ല. അവന് സിനിമയൊക്കെ എടുക്കണ ആളാണല്ലോ, അപ്പൊ അവന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചത്. ഇപ്പൊ ഇതേ കുറച്ച് നേരം മുന്നേ എനിക്ക് അവന് എന്താ പറയാ ഒരു പ്രിന്റ് എടുത്തു തന്നായിരുന്നു സിനിമയുടെ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്പർ ഇല്ലാത്തോണ്ടാണ് നിന്റെ അടുത്ത് ചോദിച്ചത്. നളിനാക്ഷൻ പ്രിന്റ് എടുത്തു തന്നോ? ആ പ്രിന്റ് എടുത്തു തന്നു. പുതിയ സിനിമയുടെയോ? ആ പുതിയ സിനിമയുടെ. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സിനിമ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രിന്റ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ആണല്ലേ? നീ എന്തായാലും എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്തായാലും നീ നളിനാക്ഷനോടൊന്ന് പറയണം. എന്റെ നമ്പർ ഇല്ലാത്തോണ്ടാ. ഞാൻ പറയാം. നമ്പർ അയച്ചു തരാട്ടോ. ഒന്ന് പെട്ടെന്നൊന്ന് അയച്ചേരണേ. ചെയ്തുതരാം. എന്നാ വെക്കട്ടെ ശോഭന. എപ്പോഴാ വന്നത് നളിനാക്ഷൻ? അത് കുറച്ചേരം മുന്നേ, കുറച്ചേരായിട്ടുള്ളൂ. അവൻ ജോലി കിട്ടിയെന്നാണോ പറഞ്ഞത്? എന്താ പറഞ്ഞേ? അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായത്. അവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നത് തിളച്ചു പറയും. ഞാൻ വെക്കട്ടെട്ടാ. നീ എന്താ ഈ ചെറിയ ഹെൽപ്പ് ഒന്ന് ചെയ്യണേ? ചെയ്യാം. ശരി. ഓക്കേടാ. ഓക്കെ. സിനിമയുടെ പ്രിന്റ് നോക്കണല്ലോ. അതെ, നമ്മുടെ നളിനാക്ഷൻ ഇല്ലേ? നളിനാക്ഷനല്ലേ ജോലി കിട്ടിയ? സ്കൂളിലെ പ്രൊഫസറാ, PhD കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച. തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അവൻ കെമിസ്ട്രിയിൽ 7ാം ക്ലാസ് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് PhD കൊടുത്തായിരുന്നു MG യൂണിവേഴ്സിറ്റി. താൻ ഇങ്ങനെ നടന്നു അതൊന്നല്ല. നളിനാക്ഷനെ ജോലി ഇട്ടിട്ടുണ്ട്. സിനിമ ഫീൽഡാ. ഞാൻ കാര്യമായിട്ട് പറയണേ. നമ്മുടെ ചന്ദനയില്ലേ, ചന്ദന വന്നിട്ട് എന്നോട് പറഞ്ഞു ഏതൊരു സിനിമയുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഇനിയും കുറെ സിനിമയുടെ തരാന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൾ എന്നെ വിളിച്ചു. അതുപോലെ അവള് പറഞ്ഞു സിനിമ നടന്മാരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കണമെന്നാ പറഞ്ഞേ. എന്തോ ജോലി ഇട്ടിട്ടുണ്ട്. അത് വല്ല എലിഗ്രാമിന്ന് വല്ലതും ഡൗൺലോഡ് ചെയ്ത് കൊടുത്തായിരിക്കും. ഓടുന്നത്. അവള് ഫോൺ വിളിച്ചതിനോട് നമ്പർ ചോദിച്ചു. അവൾ അത്ര കാര്യമായിട്ട് ഫോൺ വിളിച്ച് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലേ?
എന്തോ ഉണ്ട്. എന്താ പറഞ്ഞേ? സിനിമാ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആ. എന്തോ ഒരു ജോലി ഇട്ടിട്ടുണ്ട്. പ്രിന്റ് കൊടുത്തു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പ്രിന്റ് കൊടുത്തു എന്നായിരിക്കത്തില്ല, ചെവിക്കല്ല് എടുത്താലും കൊടുത്തെന്നായിരിക്കും. അല്ല, പുതിയ സിനിമയുടെ പ്രിന്റ് കൊടുത്തു എന്ന് അവൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇനിയും തരാന്ന് പറഞ്ഞിട്ട് അവൾ ഏതോ 10 സിനിമയുടെ എങ്ങാണ്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്. ആ നമ്പറിന് വേണ്ടിയിട്ട് അവൾ എന്നെ വിളിച്ചത്. പുള്ളിയുടെ നമ്പർ ഇല്ലാന്നും പറഞ്ഞ്. തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പ്രിന്റോ? ആ, അവള് തള്ളുന്നുണ്ടെങ്കിലും ഇത് അവള് കാര്യമായിട്ടെന്ന് പറഞ്ഞേ. പോയി ചോദിക്ക്. ഉറപ്പാണ് മണ്ടങ്ങനെ പറഞ്ഞത്. ഉറപ്പാണ്, പോയി ചോദിച്ചിട്ടോ. നളിനാക്ഷ, നളിനേ. ആരാടാ അത്? ഇത് ചേച്ചിയല്ല. കൂട്ടുകാരനെ വിളിച്ചു നോക്കിയാലോ? ഹലോ, സണ്ണിയല്ലേ? അതെ, സണ്ണിയാണ്. നല്ല എങ്ങോട്ടും കണ്ടു വന്നോ? ഇല്ല, എന്ത് പറ്റി? അല്ല, അവനെ കുറെ നേരം കാണുന്നില്ല. അവൻ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. എനിക്കറിയത്തില്ല, ഇനി കടം മേടിച്ചാലും പിടിച്ചോണ്ട് പോയെന്നും അറിയത്തില്ല. ആ, അതിന് ചാൻസ് ഉണ്ട്. അന്വേഷിച്ചൊന്ന് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ കണ്ടെത്തിയേക്ക്. കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ വിളിക്കുന്നേ. ആ, അവൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ, ശരി ശരി, ഞാൻ നോക്കട്ടെ. എന്തോ മതില്, ഇത് IIT റൂർക്കിയുടെ മതില് പോലുണ്ട്. അത് സെറ്റാക്കാം. എടാ സുബ്ബു, 1 മിനിറ്റ്, എപ്പോ വിളിക്കാ? നീ ഏത് കാട്ടിൽ പോയി കിടക്കുമായിരുന്നു? നിന്നെ തപ്പി ഞാൻ ഈ നാട് മൊത്തം നടന്ന്. നീ എന്നെ തപ്പി നളിനെന്ന് ചോദിച്ചു അപ്പുറത്തെ വീട്ടിലെ നളിനി ചേച്ചി ഇറങ്ങി വന്നു. എടാ, നീ അങ്ങനെ നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ ഞാൻ ഉള്ളിടത്ത് വന്ന് ചോദിക്കും. നിന്റെ ഫോണിൽ വിളിക്കുമ്പോ എന്തോ ബിസി. ചെറിയ ചെറിയ ഡീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതാ. ഡീലിങ്സോ? ആ ഡീലിങ്സിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് കേക്കട്ടെ. നിനക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫണ്ട് തന്നായിരുന്നു. ഫണ്ട് വരണമെന്ന് 4 ലക്ഷം പറഞ്ഞു. ആണല്ല, ഫണ്ട് വേണമെന്ന് പറഞ്ഞു. ഫണ്ട് വരുമെന്ന് 4 ലക്ഷം പറഞ്ഞു. ഫണ്ട് വന്നു. അപ്പം അത് ഈ കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കണ്ട. എനിക്ക് കുറച്ച് ഡീലിങ്സ് ഒക്കെ ഉണ്ടാവും, എന്നാലേ ഫണ്ട് വരത്തുള്ളൂ. ഇച്ചിരൂടെ ഫണ്ട് വരുത്തോ? മറ്റേ ഫണ്ടൊക്കെ തീർന്നു. ഞാൻ നീ അങ്ങനെ നമുക്കിട്ട് അങ്ങനെ കളിയാക്കിയിട്ട് ഞാൻ എൻ്റെ ഫണ്ട് മാത്രമാണെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട് ആവില്ല, മനസ്സിലായോ? ആ, ഞാനിങ്ങനെ തീറ്റി പോറ്റി ഹെയർ സ്റ്റൈലോട് പോലെ വളർത്തുന്ന എന്തിനാ? എന്തിനാ നാട്ടുകാർ ഇടി വിളിക്കാൻ? പിന്നല്ലോ എന്തിനാ? ഓഹോ, അങ്ങനാണോ? ആ ഫണ്ട് നീ ചോദിക്കുമ്പോൾ തരണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കും. 2 ദിവസം എവിടെ മിസ്സിംഗ് എന്നുള്ള ഞാൻ തിരക്കുന്നുണ്ട്. കോളോട് കോളാണല്ലോടാ. കോളോട് കോളോ? ആ, കോളോട് കോള്. എടാ, ഡീലിങ്സ് പണം വരണമെന്നുണ്ടെങ്കിൽ കുറേ ഡീലിങ്സ് നടത്തണം. അപ്പോൾ കോള് വരും, കാര്യങ്ങളൊക്കെ വരും. നീ ഇത്ര നാളായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന വല്ല പരിപാടി നടന്നോ? അടുത്ത ആഴ്ച പടം സ്റ്റോറി ലോക്ക് ആയിട്ടുണ്ട്. ഇന്ന് ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിക്കും. ഹലോ, കുറുക്കമ്പൂല പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. കുറുക്കോ? നിങ്ങളുടെ കൂടെയാണോ നളിനാക്ഷി ഒരാൾ താമസിക്കണേ? ആ സാറേ, കൂടെ ഉണ്ട്. ആൾക്കതിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ, എന്താ കേസ് സാറേ? അതിൽ 15 കേസാണ്. ഈ തിയേറ്ററിൽ നിന്ന് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണേ. ആ സാറേ, മെടുക്കനാ പുള്ളി എനിക്ക്. ഒരു കാര്യം ചെയ്യും, അപ്പൊ ആളോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ വരാൻ പറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ആക്ഷൻ എടുക്കേണ്ടി വരും. സാറേ, ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ടുതരാം. സാർ എന്റെ കൂടെ തന്നെ ഉണ്ട്. എന്നാ പിന്നെ ലൈവ് ലൊക്കേഷൻ ഉണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഓക്കെ സാറേ. എടാ, ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കുന്ന നമ്മൾ ലൊക്കേഷനിലോട്ട് പോകാനല്ലോ ഡയറക്ടറെ കാണാം. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വാഷിംഗ്ടണിൽ നിന്ന് വിളിച്ചായിരുന്നു. നിന്റെ കഥകളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ടിവിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാനെന്ന് അങ്ങനൊന്നും പറയല്ലേ, കാണ്. നോക്ക്, എവിടോ കണ്ട മുഖം. നളിനാക്ഷൻ എന്ന യുവാവിനെ പോലീസ് അന്വേഷിക്കുന്നു. പൈറസി കേസിൽ പ്രതിയായ ഈ യുവാവിനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ പോലീസിൽ ഉടനെ അറിയിക്കുക. ഡീലിങ്സ് മറ്റേ ഫണ്ടിന്റെ ആൾക്കാരായിരിക്കും അല്ലേ? അല്ലടാ, ഫോട്ടോയും ഉണ്ടല്ലോ. അതാണ് നീ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞത്. എടാ പന്നി.